നമസ്കാരം, വെൽക്കം ടു അവർ ചാനൽ. ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഒന്നല്ല, ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ്. ഒന്നാമത്തെ കാര്യം, നമ്മുടെ ചാനലിൻ്റെ പേര് മാറ്റിയിട്ടുണ്ട്. സിസ്റ്റർഹുഡ് ഓഫ് ചാരുചിത്ര എന്നുള്ള പേര് മാറ്റിയിട്ട് ചാരുചിത്ര ഒഫീഷ്യൽ എന്നാക്കിയിട്ടുണ്ട്. നിങ്ങൾക്ക് തന്നെ അറിയാം, ഞാൻ കുറേ നാളായിട്ട് വീഡിയോസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഒരു വലിയൊരു ഗ്യാപ്പ് വന്നിട്ടുണ്ടായിരുന്നു. എൻ്റെ സാഹചര്യങ്ങൾ കൊണ്ട് എനിക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. എനിക്ക് വീഡിയോസ് ചെയ്യാൻ പറ്റിയ ഒരു സാഹചര്യം ആയിരുന്നില്ല. അതുകൊണ്ട് തന്നെ അതങ്ങ് ബ്രേക്ക് ആയിപ്പോയി. അല്ലെങ്കിൽ ഞാനൊരിക്കലും ഈ ചാനൽ നിർത്താനോ അങ്ങനെയുള്ള പ്ലാനൊന്നും ഉണ്ടായിരുന്നില്ല. വീഡിയോസൊന്നും കാണാതിരുന്ന സമയത്ത് എന്താണ് വീഡിയോ ചെയ്യാതിരിക്കുന്നത്, താനെന്താ ഇപ്പോൾ വീഡിയോസ് ഇടാത്തത് എന്നൊക്കെയുള്ള രീതിക്ക് ബൂസ്റ്റപ്പ് ചെയ്തിട്ടുള്ള നല്ല നല്ല മെസ്സേജസ് എനിക്ക് വരുന്നുണ്ടായിരുന്നു. ആ മെസ്സേജ് അയച്ച എല്ലാ സുഹൃത്തുക്കൾക്കും ഒരുപാട് നന്ദി. കാരണം നിങ്ങളുടെ സപ്പോർട്ടുണ്ട് എന്ന് എനിക്ക് തിരിച്ചറിയാൻ പറ്റി. ആ സപ്പോർട്ട് ഉള്ളത് കൊണ്ട് മാത്രമാണ് വീണ്ടും ഞാൻ ഈ ചാനലിലേക്ക് ഊർജിതമായിട്ട് തിരിച്ചു വന്നിട്ടുള്ളത്. അപ്പോൾ ഒരു പുതിയ തുടക്കം, ഒരു റീസ്റ്റാർട്ട് ആയിക്കോട്ടെ, ഒരു റീഫോക്കസ് ആയിക്കോട്ടെ എന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഞാൻ ചാനലിൻ്റെ പേര് മാറ്റിയിട്ട് ചാരുചിത്ര ഒഫീഷ്യൽ എന്നാക്കിയത് കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, എൻ്റെ മുന്നുള്ള വീഡിയോസിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എൻ്റെ പേര് ചിത്ര ചന്ദ്രൻ എന്നാണ്. ഞാനും എൻ്റെ അനിയത്തി ചാരുത ചന്ദ്രൻ, ഞങ്ങൾ രണ്ടുപേരും കൂടെ കൂടിയിട്ടാണ് ഈ ഒരു ചാനൽ നടത്തിക്കൊണ്ട് പോകുന്നത്. അല്ലെങ്കിൽ ഈ ഒരു ചാനലിൻ്റെ പിന്നിൽ ഞങ്ങൾ രണ്ടുപേരുമാണ്. അതുകൊണ്ടാണ് കേട്ടോ, ചിത്ര ചാരുത എന്നുള്ളതുകൊണ്ടാണ് ചാരുചിത്ര ഒഫീഷ്യൽ എന്നുള്ള പേര് ഞങ്ങൾ സ്വീകരിച്ചിട്ടുള്ളത്. പിന്നെ അടുത്തൊരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് ചോദിച്ചാൽ, ഈ വിഷു വ്ളോഗിൻ്റെ ഇടയിൽ എനിക്ക് ഒരു അക്കൗണ്ടിൽ നിന്ന് കുറച്ച് കമൻസ് വന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഫാമിലീനെ കുറിച്ച് പറഞ്ഞിട്ടും കുറച്ച് ബോഡി ഷേമിങ് ചെയ്തിട്ടും കുറച്ച് ഇൻസൾട്ടിങ് ഒക്കെ ആയിട്ടുള്ള രീതിക്കുള്ള കമൻസ് ഞാനതിവിടെ കാണിച്ചു തരാം. പിന്നെ ഈ കമൻ്റ് ഇട്ട ആളോട് പറയാനുള്ളത്, എൻ്റെ ഫാമിലി അല്ലെങ്കിൽ എൻ്റെ പേഴ്സണൽ സ്പേസ് അത് ഒരു കണ്ടൻ്റ് ആക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ഈ ഒരു ചാനലിൽ എൻ്റെ ഫാമിലി, എൻ്റെ ഒരു പേഴ്സണൽ കാര്യങ്ങൾ ഒരു കണ്ടൻറ് ക്രിയേഷന് വേണ്ടിയിട്ട് ഞാൻ ഉദ്ദേശിച്ചിട്ടേ ഇല്ല. അതുകൊണ്ട് അതിപ്പോൾ കമൻറ്റ് ചെയ്തിട്ട് ചോദിച്ചാലും എന്താണെന്ന് പറഞ്ഞാലും എൻ്റെ കറൻറ്റ് സിറ്റുവേഷൻ എന്താണ്, എൻ്റെ അവസ്ഥ എന്താണെന്നുള്ളത് നിങ്ങളുടെ അടുത്ത് ഞാൻ എത്ര പറഞ്ഞു മനസ്സിലാക്കിയാലും, അല്ലെങ്കിൽ ഞാൻ ഇതുപോലെ ക്യാമറയുടെ മുമ്പിൽ നിന്നിട്ട് ഒരു 10, 12, 15, 20, 100 വീഡിയോസ് ചെയ്താൽ പോലും എക്സാക്റ്റ് അതെന്താ കാര്യമെന്ന് നിങ്ങൾക്ക് മനസ്സിലാകത്തില്ല. പിന്നെ ഞാൻ വെറുതെ ഇവിടെ വന്നിരുന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പിന്നെ എൻ്റെ ഫാമിലി, എൻ്റെ കറൻറ്റ് സിറ്റുവേഷൻ അറിഞ്ഞിട്ട് നിങ്ങൾക്കും പ്രത്യേകിച്ച് യാതൊരു ഗുണമൊന്നുമില്ല അല്ലേ, പ്രത്യേകിച്ച് യാതൊരു കാര്യവുമില്ല. പിന്നെ ഇത് കാണുമ്പോൾ ഒരു ഇത് അല്ലേ, ഇപ്പം ഞാൻ ഒരു സിംഗിൾ പേരൻ്റാണ്, സിംഗിൾ മദറാണ്. ഞാൻ എൻ്റെ മുമ്പത്തെ ഒരു വീഡിയോയിൽ സിംഗിൾ പേരൻറ്റിങ്ങിനെ കുറിച്ചിട്ട് ഞാനൊരു വീഡിയോ ചെയ്തതിൻ്റെ കൂടെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ സെപ്പറേറ്റഡ് ആണ്. അതിൻ്റെ കാര്യങ്ങളോ കാരണങ്ങളോ ഒന്നും ഞാൻ ഇതിൽ റിവീൽ ചെയ്യാൻ അല്ലെങ്കിൽ ഇതിൽ പറഞ്ഞ് അതൊരു കണ്ടൻ്റ് ആക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അങ്ങനെയാണെന്നുണ്ടായിരുന്നു എനിക്ക് ആദ്യം അതാകായിരുന്നല്ലോ. ആദ്യം ചെയ്തപ്പം എൻ്റെ ഫാമിലി ഇതാണ്, ഞാൻ ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് ചെയ്യാമായിരുന്നു. ഞാനൊന്നും ചെയ്യുന്നില്ല, ഞാനത് ചെയ്യാൻ ആഗ്രഹിക്കുന്നുമില്ല. കാരണം ഓരോരുത്തർക്കും അവരുടേതായ ഒരു പ്രൈവറ്റ് സ്പേസ് ഉണ്ട്. ആ ഒരു പ്രൈവറ്റ് സ്പേസ് ഒരു പബ്ലിക് സ്പേസ് ആക്കി മാറ്റാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അതിൻ്റെ ഒരു പ്രൈവറ്റ് സ്പേസ് അത് അവിടെ തന്നെ ഇരുന്നോട്ടെ. ഒരു ബൗണ്ടറി ഞാനെന്നല്ല, ഏതൊരു വ്യക്തികളുടെ അടുത്തേക്ക് നമ്മൾ ചെല്ലുമ്പോൾ അവർക്ക് ഒരു ബൗണ്ടറി അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും, അല്ലെ അവരുടെ ഒരു ബൗണ്ടറി ലൈൻ ഉണ്ടായിരിക്കും. അതനുസരിച്ചിട്ട് വേണം നമ്മൾ പെരുമാറാൻ, അല്ലെങ്കിൽ അതനുസരിച്ചിട്ട് വേണം നമ്മൾ ഓരോ കാര്യങ്ങൾ ചോദിക്കാൻ. ഇപ്പം ഈ കമൻറ്റ് ചെയ്ത ആളെ പേഴ്സണലി എനിക്കറിയത്തില്ല, അത് ഇയാളുടെ ഒറിജിനൽ അക്കൗണ്ടാണോ ഫേക്ക് അക്കൗണ്ടാണോ എന്നൊന്നും എനിക്കറിയത്തില്ല. ആരാണെങ്കിലും എൻ്റെ അടുത്ത് ചോദിക്കാൻ പറ്റുന്ന, ഇപ്പം ഈ എൻ്റെ വീഡിയോസിനെ സംബന്ധിച്ചിട്ടുള്ള എന്തെങ്കിലും സംശയങ്ങളോ അല്ലെങ്കിൽ അതിൻ്റെ പോരായ്മകളോ അല്ലെങ്കിൽ അതിൽ കണ്ട എന്തെങ്കിലും തെറ്റുകളോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. അല്ലാതെയുള്ള കാര്യങ്ങൾ എന്തിനാണ് വെറുതെ കമൻറ്റ് ചെയ്യുന്നത്? അത് വെറുതെ കമൻറ്റ്, ഇനി അഥവാ കമൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും ഇനിയും നിങ്ങളിത് കമൻറ്റ് ചെയ്തുകൊണ്ടിരുന്നാൽ അതിനർഹിക്കുന്ന അവഗണന തരാൻ മാത്രമാണ് ഞാൻ തീരുമാനിച്ചിരിക്കുന്നത്. ആദ്യമായിട്ട് എൻ്റെ ഈ ചാനൽ ഇപ്പം കാണുന്നവർക്കറിയാം, ഇപ്പം കറൻ്റ് ഞാനിത് ഈ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ സബ്സ്ക്രൈബേഴ്സ് എന്ന് പറയുന്നത് 124 സബ്സ്ക്രൈബേഴ്സാണ്. ഞാൻ ഒരു 60ഓളം വീഡിയോസ് ചെയ്തിട്ടുണ്ട്, ഷോർട്സ് ആയിട്ടും അല്ലാണ്ടൊക്കെ. അതിനാണെങ്കിലും പോയിരിക്കുന്ന വ്യൂസൊക്കെ 40, 50, 60 വ്യൂസ്, പിന്നെ അല്ലാതെ ആ ഒരു 1000-നൊക്കെ മുകളിൽ വ്യൂസ് പോയ വീഡിയോസും ഉണ്ട്. അങ്ങനെ ആ ഒരു റേഞ്ചിലാണ് എൻ്റെ വ്യൂസ് പോലും പോയിക്കുന്നത്. എന്നിട്ട് പോലും തപ്പി കണ്ടുപിടിച്ച് എൻ്റെ ഇതിൻ്റെ അകത്തോട്ട് വന്ന് കമൻറ്റ് ചെയ്യാൻ കാണിച്ച ആ ഒരു മനസ്സിന് ആദ്യം തന്നെ വലിയ നന്ദി. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ ഒരു പ്രൈവറ്റ് സ്പേസ് അല്ലെങ്കിൽ എൻ്റെ ഒരു പേഴ്സണൽ സ്പേസ് അത് മറ്റുള്ളവരുടെ അടുത്ത് തുറന്ന് ഒരു പുസ്തകമായിട്ട് കാണിക്കാൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല. അതുകൊണ്ട് തന്നെ ഇമാതിരിയുള്ള കമൻറ്റും ചോദ്യങ്ങളും ഒന്നും ഇനി വേണ്ട. ഇനി അഥവാ നിങ്ങൾ ചോദിച്ചാലും അത് ഒരു കമൻറ്റ് മാത്രമായിട്ട് അവിടെ കിടക്കും. ഞാൻ അതിനെ തിരിച്ച് റിപ്ലൈ ചെയ്യാനോ അല്ലെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ, അർഹിക്കുന്ന അവഗണന ഞാൻ അതിന് തരും. ആ എന്ത് കമൻറ്റാണോ എനിക്ക് വരുന്നത് അതിന് ആ കമൻറ്റിന് അർഹിക്കുന്ന അവഗണന അത് ഞാൻ തരും. പിന്നെ പരിഗണിക്കേണ്ട കമൻസിന് അതിനർഹിക്കുന്ന പരിഗണനയും ഞാൻ തരും. അത് പറയുകയാണ്. പിന്നെ ഈ റിയാക്ഷൻ വീഡിയോസ് ചെയ്യണമെന്ന് ഞാൻ ഒട്ടും ആഗ്രഹിച്ചിട്ടുള്ള ഒരാളല്ല, ഞാൻ അതിനെ താല്പര്യപ്പെടുന്ന ഒരാളുമല്ല.
പിന്നെ ചില കാര്യങ്ങൾ നമ്മൾ റിയാക്റ്റ് ചെയ്യണമല്ലോ. അപ്പം ഞാൻ ഈ കമൻ്റ് ഇട്ട വ്യക്തിയുടെ കമൻറ്റിന് താഴെ വീണ്ടും ഞാൻ അതിന് റിപ്ലൈ കൊടുത്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അതിന് റിപ്ലൈ കൊടുക്കാനേ എനിക്ക് നേരം കാണുള്ളൂ. അതിലും ഭേദം ഇങ്ങനെ വന്നിട്ട് ഒന്ന് പറഞ്ഞ് അതൊന്ന് ക്ലിയർ ചെയ്ത് പോകാമെന്ന് വിചാരിച്ചു. അതുകൊണ്ട് നിങ്ങൾ എന്ത് ഉദ്ദേശത്തിലാണ് എൻ്റെ അടുത്ത് ചോദിച്ചത് എന്ന് എനിക്കറിയില്ല. പിന്നെ ഇത് പറഞ്ഞ് അല്ലെങ്കിൽ ഇത് എന്നോട് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്ന സുഖം എന്താണെന്നും എനിക്കറിയത്തില്ല. പിന്നെ ഒരു സ്ത്രീ അല്ലെങ്കിൽ ഒരു പെണ്ണ് ഒരു വീഡിയോ ചെയ്യുന്നത് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെ എന്തൊക്കെ നെഗറ്റീവ് കണ്ടെത്താൻ പറ്റും, അല്ലെങ്കിൽ അതിനെ എത്ര ബോഡി ഷേമിങ് ചെയ്യാം എന്നുള്ളതൊക്കെ ആണ് നിങ്ങളുടെ കാഴ്ചപ്പാടെങ്കിൽ എനിക്ക് അതിനും പ്രത്യേകിച്ചൊന്നും പറയാനില്ല. പിന്നെ എന്തിനാ വെറുതെ വീട്ടിലിരിക്കുന്നവരെ പറയിപ്പിക്കുന്നത്? അപ്പം നിങ്ങൾ ചെയ്യുന്ന തെറ്റിന് പോലും ചിലപ്പം ഞാനല്ലെങ്കിൽ മറ്റൊരാൾ പറയുന്നത് ചിലപ്പോൾ നിങ്ങളുടെ വീട്ടിലിരിക്കുന്നവരായിരിക്കും. എന്തിനാ വെറുതെ വീട്ടിലിരിക്കുന്നവരെ പറയിപ്പിക്കും? അതുകൊണ്ട് ഇമാതിരിയുള്ള കമൻറ്റുകളും കാര്യങ്ങളും ഇങ്ങോട്ടിനി പറിച്ചു വിടരുത്. അത് തന്നെ പറയുന്നത്. പിന്നെ അഹങ്കാരമാണോ അല്ലയോ എന്ന് ഞാനൊരു വീഡിയോ ചെയ്യുന്ന കണ്ടിട്ടോ, അല്ലെങ്കിൽ ഞാൻ പുറത്ത് വന്നിറങ്ങുന്ന എന്നിട്ട് എന്നെ കണ്ടാലും ഞാൻ അഹങ്കാരിയാണോ അല്ലയോ എന്ന് എങ്ങനെയാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്? അത് ഓരോരുത്തരുടെ കാഴ്ചപ്പാട്. ഇപ്പോൾ ചില ആൾക്കാരെ കണ്ടാൽ ഭയങ്കര ജാട ആൾക്കാരായിട്ട് തോന്നും, പക്ഷേ ചിലപ്പോൾ പേഴ്സണലി അവരത്ര ജാടയുള്ള ആൾക്കാരൊന്നും ആയിരിക്കത്തില്ല. അതുപോലെ വളരെ പാവമായിട്ട് തോന്നുന്നവരും ഭയങ്കര ജാടയായിരിക്കും. അതൊക്കെ ഓരോരുത്തരുടെ ഒരു നേച്ചറാണ്, അല്ലെങ്കിൽ അവരുടെ ആ ഒരു സ്റ്റൈലാണ് അങ്ങനെ. അതുകൊണ്ട് അതൊന്നും ഓർത്തിട്ട് പിന്നെ ഞാൻ അഹങ്കാരി അല്ലാന്നോ ആണെന്നോ ഞാൻ പറയുന്നില്ല. കാരണം എന്നെ അറിയാവുന്നവർക്ക് എന്നെ അറിയാം, എൻ്റെ സുഹൃത്തുക്കൾക്ക്, എൻ്റെ ഫാമിലി മെമ്പേഴ്സിനൊക്കെ അറിയാം. എനിക്ക് എല്ലാവരെയും ഒരുപോലെ ബോധിപ്പിച്ചോ എല്ലാവരുടെയും ഗുഡ് സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടോ നമുക്ക് ഈ ഭൂമിയിൽ ജീവിക്കാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് തന്നെ അങ്ങനെ. പിന്നെ ഈ കമൻ്റ് ഇട്ട സുഹൃത്തിനോട് പറയാണ്, എൻ്റെ പേഴ്സണൽ കാര്യങ്ങൾ അതെൻ്റെ മാത്രം കാര്യങ്ങളാണ്. അത് എൻ്റെ അടുത്തോട്ട് അതിനെക്കുറിച്ച് ചോദിച്ചുകൊണ്ട് വരണ്ട. എത്ര ചോദിച്ചാലും ഞാൻ അതിനെക്കുറിച്ച് പറയാൻ ഉദ്ദേശിക്കുന്നില്ല. ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ പേഴ്സണൽ എൻ്റെ ലൈഫ് ഒരു തുറന്ന പുസ്തകമായിട്ട് കാണിക്കാൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല. നിങ്ങൾക്ക് ചോദിച്ചറിയേണ്ട കാര്യങ്ങൾ ചോദിക്കാം, അതിനനുസരിച്ചുള്ള മറുപടി തീർച്ചയായിട്ടും ഞാൻ തരും. അതൊരിക്കലും എൻ്റെ പേഴ്സണൽ ലൈഫിനെ ബാധിക്കുന്ന കാര്യങ്ങളൊന്നും ആവരുത്. അതിന് ഞാൻ മറുപടി തരത്തില്ല എന്ന് പറഞ്ഞാൽ തരത്തില്ല, അത്ര തന്നെ. അതിപ്പോൾ തൻ്റെയുമായിട്ട് അഹങ്കാരമായിട്ട് നിങ്ങൾക്ക് എന്ത് തോന്നിയാലും എനിക്ക് കുഴപ്പമില്ല. കാരണം ഞാൻ പറയാനുള്ള കാര്യം ഞാൻ ആദ്യം ക്ലിയർ ചെയ്യണമല്ലോ, അതുകൊണ്ട് തന്നെ പറഞ്ഞതാണ്. ഇപ്പം അല്ലാതെ ഇപ്പോൾ സ്നേഹത്തോടെ ഇപ്പോൾ വീട്ടിൽ ആരൊക്കെ ഉണ്ട് എന്തൊക്കെയാണ് എന്നൊക്കെ ചോദിക്കുന്നതും ഇതും രണ്ടും രണ്ടല്ലേ. ഇത് എൻ്റെ മിസ്റ്റേക്കാണോ എന്ന് നിങ്ങൾ ഈ കമൻറ്റ് നോക്കിയിട്ടൊന്ന് പറ കേട്ടോ. പിന്നെ എന്തൊക്കെയാണെന്ന് പറഞ്ഞാലും ഞാൻ അത്ര എൻ്റെ വീഡിയോസ് അത്ര 100% നിലവാരം പുലർത്തുന്നു എന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ ഇമാതിരി കമൻറ്റ് ഇടാൻ പാകത്തിനുള്ള വീഡിയോസൊന്നും ഞാൻ ചെയ്തിട്ടില്ല എന്ന് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം. അതുകൊണ്ട് ഇനി ഇത്തരത്തിലുള്ള റിയാക്ഷൻ വീഡിയോ ഒന്നും ഞാൻ ചെയ്യത്തില്ല. ആദ്യം തന്നെ ഞാനത് മുൻകൂട്ടി ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ് കേട്ടോ. എൻ്റെ റിയാക്ഷൻ വീഡിയോ ഫസ്റ്റും ലാസ്റ്റും ഇതായിരിക്കും. ഇനി പറയാൻ പറ്റത്തില്ല. ഇനി ഇടയ്ക്ക് ഇതുപോലെ എന്തെങ്കിലുമൊക്കെ കയറി വന്ന് എനിക്കൊന്ന് പറയണം എന്ന് തോന്നിയാൽ ചിലപ്പോൾ ഒരു പക്ഷേ വരും. പക്ഷേ എന്നും പറഞ്ഞുകൊണ്ട് എല്ലാത്തിനും ഞാൻ കയറി വന്ന് കമൻറ്റ് അല്ലെങ്കിൽ റിയാക്ഷൻ പറയത്തില്ല. അതുകൊണ്ട് ഇനി ഇമാതിരി കമൻറ്റ് ഇടുന്ന എല്ലാവരോടും പറയാണ്, പ്രത്യേകിച്ച് എനിക്ക് കമൻറ്റ് ഇട്ട, ഞാൻ എല്ലാവരുടെ പറയേണ്ട കാര്യമില്ലല്ലോ, എനിക്ക് കമൻറ്റ് ഇട്ട ആ വ്യക്തിയോട് ഞാൻ പറയാണ്, എൻ്റെ കാര്യങ്ങളെക്കുറിച്ച് ഓർത്ത് താങ്കൾ ഒരുപാട് വിഷമിക്കേണ്ട. എൻ്റെ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അത് അറിയാവുന്ന ആൾക്കാരുണ്ട്, എൻ്റെ ഫാമിലി മെമ്പേഴ്സിനൊക്കെ അതറിയാം. പിന്നെ അതെല്ലാം പറഞ്ഞില്ലേ, അത് എൻ്റെ മുമ്പിൽ വന്ന് ഈ ക്യാമറയുടെ മുമ്പിൽ വന്നിരുന്നിട്ട്, അല്ലെങ്കിൽ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ യൂട്യൂബ് ചാനലിൽ വന്നിരുന്നിട്ട് ഞാൻ ഘോരം പ്രസംഗിച്ചിട്ടോ, ഞാൻ ഒരു 100-1000 വീഡിയോസ് ചെയ്തിട്ടോ, എപ്പിസോഡായിട്ട് ഞാൻ ആ കാര്യങ്ങൾ പറഞ്ഞിട്ടോ യാതൊരു ഗുണവും ആർക്കും കിട്ടാനില്ല. അതുകൊണ്ട് തന്നെ ആ ഒരു പരിപാടി ഞാൻ ചെയ്യത്തുമില്ല. ഇത് ഇവിടം കൊണ്ട് തീരാണ് കേട്ടോ ഈ റിയാക്ഷൻ വീഡിയോ. അതുകൊണ്ട് ഞാൻ ഒരുപാട് ബോറായിട്ട് സംസാരിച്ച് പോയിട്ടുണ്ടെങ്കിൽ, ബോറടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ സോറി എന്നെ കണ്ടുകൊണ്ടിരിക്കുന്നത്. കാരണം ഇതിൻ്റെ അകത്ത് ഈ ഒറ്റ ഒരാളുടെ ഒരു കമൻറ്റിനാണ് ഞാനിത് പറഞ്ഞത്. നല്ല രീതിക്ക് എനിക്ക് സപ്പോർട്ട് ചെയ്ത ആൾക്കാർ ഒരുപാട് പേരുണ്ട്. ഞാൻ ഇത്രയും നാൾ വീഡിയോസ് ചെയ്യാതിരുന്നിട്ടും എന്നെ സപ്പോർട്ട് ചെയ്ത, അല്ലെങ്കിൽ ആ സബ്സ്ക്രൈബർ കൗണ്ട് അതേപടി നിലനിർത്തിക്കൊണ്ടുപോയ ആൾക്കാരും അതിൻ്റെ അകത്തുനിന്ന് പൊഴിഞ്ഞു പോയ ആൾക്കാരും ഉണ്ട്. കൂടെ നിന്നവർക്ക് 1000 നന്ദി. പൊഴിഞ്ഞു പോയവരടുത്ത് എന്താ പറയുക, സോറി മാത്രമേ പറയുള്ളൂ. കാരണം ഒരുപക്ഷെ ഞാൻ വീഡിയോ ഒന്നും ചെയ്യുന്നതുകൊണ്ടായിരിക്കത്തില്ല, അല്ലെങ്കിൽ അതൊക്കെ വെറുതെയാണ്, ഇങ്ങനെ ചാനൽ ഇവിടെ എത്തിയിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല എന്നവർക്ക് തോന്നിയതുകൊണ്ടായിരിക്കുമല്ലോ. അതുകൊണ്ട് സോറി. അതെൻ്റെ ഭാഗത്തു നിന്നുള്ളൊരു മിസ്റ്റേക്ക് ആണെങ്കിൽ ഐ എം എക്സ്ട്രീംലി സോറി. പിന്നെ എന്നാലും എന്നെ സപ്പോർട്ട് ചെയ്ത് ഇത്രയും നാളും ഇനിയും ചിലപ്പം വരുമായിരിക്കും, നമുക്ക് നോക്കാം എന്നുള്ള രീതിക്കാണെങ്കിലും, അല്ലെങ്കിൽ അതവിടെ കിടന്നോട്ടെ എന്നുള്ള രീതിക്കാണെങ്കിലും എന്നെ സപ്പോർട്ട് ചെയ്ത് എൻ്റെ നല്ലവരായ എല്ലാ സബ്സ്ക്രൈബേഴ്സിനും, എൻ്റെ കൂട്ടുകാർക്ക്, എൻ്റെ സുഹൃത്തുക്കൾക്ക്, എൻ്റെ ഫാമിലി മെമ്പേഴ്സിന്, യൂട്യൂബ് ഒരു ഫാമിലി എന്നാണല്ലോ പറയുന്നത്, അങ്ങനെ ഉള്ള ആ ഫാമിലി മെമ്പേഴ്സിന്
ഒരുപാട് നന്ദി എന്ന് ഞാൻ വീണ്ടും പറഞ്ഞോട്ടെ. എൻ്റെ പ്രൈവറ്റ് സ്പേസ്, എൻ്റെ ഒരു ഫാമിലി, എൻ്റെ പേഴ്സണൽ സ്പേസ്, അത് ഞാൻ പുറത്ത് കൊണ്ടുവന്നിട്ട് അതിനെ ഒരു ടോക്കാക്കാനോ ഒരു കണ്ടൻ്റ് ആക്കാനോ ഞാൻ ആഗ്രഹിക്കുന്നില്ലാത്തത് കൊണ്ട് മാത്രമാണ്. അതെൻ്റെ മാത്രം തീരുമാനമാണ്, അല്ലെങ്കിൽ അതെൻ്റെ ഇഷ്ടമാണ്. അതുകൊണ്ട് ആ ഒരു സ്പേസ് എനിക്ക് തരണം, അതെൻ്റെ ബൗണ്ടറിയാണ്. ആ ഒരു സ്വാതന്ത്ര്യം എനിക്ക് തരണം. അല്ലാതെ അതിനെക്കുറിച്ചിട്ട് വീണ്ടും അതെന്താ അങ്ങനെ പറഞ്ഞ് അഹങ്കാരമായിട്ട് പറയുന്നതാണോ അങ്ങനെയൊന്നും വിചാരിക്കരുത്. ഞാനത് അഹങ്കാരമായിട്ട് പറയുന്നതല്ല, എൻ്റെ ഒരു ഇഷ്ടമാണത്. അല്ലെങ്കിൽ ആ ഒരു കണ്ടൻറ്, അങ്ങനെ ആ ഒരു എണ്ണത്തിനെ ഒരു കണ്ടൻറ് ആക്കാനോ അല്ലെങ്കിൽ അതിനെക്കുറിച്ചിട്ട് ഇങ്ങനെ വീണ്ടും വീണ്ടും വീഡിയോസ് ചെയ്യാനോ താല്പര്യമില്ലാത്തതുകൊണ്ട് മാത്രമാണ് കേട്ടോ. അപ്പം ഇത്രയേ ഉള്ളൂ. ഇത്രയും നേരം എന്നെ ഈ ഒരു കാര്യങ്ങൾ കേട്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും നന്ദി. വീണ്ടും വീഡിയോസ് ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. നല്ല നല്ല കണ്ടൻറ്റുകളുമായിട്ട് വീണ്ടും കാണാം. അപ്പം അതുവരെ നന്ദി, നമസ്കാരം.